നമസ്തേ. ആജ് കി ഹിന്ദി കക്ഷ മേ സബ്കോ സ്വാഗത്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കനുപ്രിയ എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും പദ്യവിഹാറിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 കവിതയും കൂടി നമുക്കിതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നാഗാർജുൻ്റെ കവിതയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നാഗാർജുനെ കുറിച്ച് നോക്കാം. നാഗാർജുൻ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരു ഖണ്ഡകാവ്യം ഉണ്ടായിരുന്നു, ഭൂമിജ എന്ന പേരുള്ള ഖണ്ഡകാവ്യം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ നാഗാർജുൻ്റെ ശരിയായ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. നാഗാർജുൻ എന്നുള്ളത് പിന്നീടാണ് പേര് കിട്ടിയത്. വീണ്ടും മൈഥിലി ഭാഷയിൽ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് യാത്രി എന്നായിരുന്നു. നമുക്ക് നാഗാർജുനെ കുറിച്ച് നോക്കാം. नागार्जुन के काव्य में जनपदीय अंचल की मुखरता के कारण ही इनको जनकवि कहा जाता है. നാഗാർജുൻ്റെ കവിതയിൽ ഗ്രാമപ്രദേശത്തിൻ്റേതായിട്ടുള്ളൊരു തിളക്കം അല്ലെങ്കിൽ മുഴക്കം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ജനകീയ കവി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ നാഗാർജുൻ്റെ കവിതയിൽ ഗ്രാമീണ അന്തരീക്ഷമാണ് അതിലുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനകവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. नागार्जुन मार्क्सवाद एवं प्रगतिशील चेतना से प्रभावित ऐसे कवि हैं जिनकी संपूर्ण कविता शोषित, पीड़ित, संघर्षशील व्यक्ति की शोषण के विरुद्ध संघर्ष की कहानी कहती है. അപ്പോൾ നാഗാർജുൻ എന്ന് പറയുന്നത് മാർക്സ് വാദത്തിൻ്റേതും അതുപോലെ തന്നെ പുരോഗമനവാദത്തിൻ്റേതായിട്ടുള്ള ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടുള്ള ഒരു കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കവിത എന്ന് പറയുന്നത് ശോഷണം നേരിടുന്ന, അതുപോലെ പീഡിത, വേദന അനുഭവിക്കുന്ന, സംഘർഷമുണ്ടാക്കുന്ന വ്യക്തികളുടെ അവരുടെ ചൂഷണത്തിനെതിരായിട്ട്, ശോഷണം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടാണ്, സംഘർഷത്തിൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ കവിതയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ താഴേക്കിടയിൽ കിടക്കുന്ന ജനവിഭാഗത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ചൂഷണം നേരിടുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. उनका स्वयं का भोगा हुआ यथार्थ ही उनकी कविता की मूल प्रेरणा बना है. അദ്ദേഹം സ്വയം അനുഭവിച്ച കാര്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രേരണയായിട്ട് മാറിയത്. संपूर्ण प्रगतिवादी काव्य यात्रा में नागार्जुन का काव्य मिट्टी की सौंधी गंध की वजह से अपना विशिष्ट स्थान रखता है. അപ്പോൾ നാഗാർജുൻ്റെ, അതായത് പുരോഗമനവാദിയായിട്ടുള്ള കാവ്യയാത്രയിൽ, സമ്പൂർണ്ണ പുരോഗമനവാദിയായിട്ടുള്ള ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാവ്യയാത്രയിൽ നാഗാർജുൻ്റെ കാവ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക മണ്ണിൻ്റെ ഗന്ധമാണ്. അതായത് മിട്ടിക്ക് സോന്തി ഗന്ധിക്ക് വജസെ, മണ്ണിൻ്റെ ഗന്ധമുള്ളത് കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിന് പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. नागार्जुन का जन्म बिहार के दरभंगा जिले के तरौनी गांव में एक साधारण कृषक परिवार में हुआ. നാഗാർജുൻ്റെ ജനനം എന്ന് പറയുന്നത് ബീഹാറിലെ ദർഭംഗ എന്ന് പറയുന്ന ജില്ലയിലെ തരൗനി എന്ന് പേരുള്ള ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1911 में जन्मे नागार्जुन का वास्तविक नाम വൈദ്യനാഥ് മിശ്ര. 1911 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. बौद्ध धर्म से प्रभावित होकर इन्होंने अपने नाम के आगे नागार्जुन लिख लिया. ബൗദ്ധധർമ്മം എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കാരണം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുൻപിൽ നാഗാർജുൻ എന്ന് കൂട്ടിച്ചേർത്തു. इसके अतिरिक्त इन्हें यात्री नाम से भी जाना जाता है. ഇതിന് പുറമെ അദ്ദേഹം യാത്രി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഹിന്ദി ഭാഷയിൽ എഴുതിയപ്പോഴാണ് നാഗാർജുൻ എന്നുള്ള പേര് സ്വീകരിച്ചതെന്നാണ് അതിൽ പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മൈഥിലി ഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മൈഥിലി ഭാഷയാണ്. മൈഥിലി ഭാഷയിൽ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് യാത്രി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇൻകെ കവിതാ പ്രേമി സമ്മാൻ സെ ഇനെ ബാബ കക്കർ ബി സംബോധിത് കർത്തേത്തെ. അദ്ദേഹത്തിൻ്റെ കവിതയോടുള്ള സ്നേഹം കാരണം, അതിൻ്റെ ആദരവായിട്ട് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ബാബ എന്ന് വിളിച്ചുകൊണ്ടാണ് സംബോധന ചെയ്തിരുന്നത്. ബാബ നാഗാർജുൻ എന്ന് പറയും. അപ്പോൾ ബാബ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത്.
इनकी प्रारंभिक शिक्षा स्थानीय पाठशाला में हुई। बाद में काशी और कलकत्ता जाकर इन्होंने संस्कृत में आचार्य और शास्त्री की शिक्षा पूरी की. ഇനി അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഒരു സ്കൂളിലാണ്, പാഠശാലയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് കാശിയിലും അതുപോലെ തന്നെ കൽക്കത്തയിലും പോയിട്ട് സംസ്കൃതത്തിൽ ആചാര്യ എന്ന് പറയുന്നതും അതുപോലെ ശാസ്ത്രി എന്ന് പറയുന്ന സംസ്കൃത ആചാര്യൻ, സംസ്കൃത ശാസ്ത്രി എന്ന് പറയുന്ന ബിരുദം നേടുകയും ചെയ്തു. इनकी मातृभाषा मैथिली थी, इसलिए इनकी प्रारंभिक रचनाएं मैथिली में ही सामने आती है. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് മൈഥിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാരംഭിക രചനകൾ, തുടക്കത്തിലെ രചനകളൊക്കെ മൈഥിലി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. 1988 में इनका निधन हो गया. 1988 അദ്ദേഹം മരിച്ചു. അപ്പോൾ 1911 ജനിച്ചു, 1988 മരിച്ചു. ശരിയായ പേര്, വാസ്തവിക നാമം അല്ലെങ്കിൽ അസലി നാമം എന്ന് പറയുന്നത് വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. അതുപോലെ തന്നെ ബാബ എന്നുള്ള പേര് അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ബാബ എന്നുള്ള പേരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മൈഥിലി ഭാഷയിൽ എഴുതുന്ന സമയത്ത് യാത്ര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബൗദ്ധധർമ്മത്താൽ, അതായത് ബുദ്ധമതത്താൽ സ്വാധീനിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരിൽ നാഗാർജുൻ എന്നും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. हिंदी साहित्य के क्षेत्र में अपने विशिष्ट प्रगतिशील चेतना के कारण നാഗാർജുൻ का काव्य अलग स्थान रखता है. ഹിന്ദി സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള പുരോഗമനവാദത്തിൻ്റെതായ ചിന്ത കാരണം നാഗാർജുൻ്റെ കാവ്യം എന്ന് പറയുന്നത് ഒന്ന് വേറിട്ട സ്ഥാനം തന്നെയാണ് ആ കവിതയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ പ്രകാശിത സാഹിത്യം, അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാവ്യസംഗ്രഹ, കവിതാ സമാഹാരം, युगधारा, सतरंगी पंखों प्यासी पत्राई आंखें, खून और शोले, प्रेत का बयान, तालाब की मछलियाँ, तुमने कहा था, गिचड़ी विप्लव देखा हमने, हजार हजार बाहों वाली, पुरानी जूतियों का कोरस, രത്നഗർഭ, ഭസ്മാങ്കുർ, ഖണ്ഡകാവ്യം. ഇപ്പോൾ കവിതാ സമാഹാരങ്ങൾ, ഖണ്ഡകാവ്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ചിത്രം, പത്രഹീൻ, നഗ്ന, കാച്ച് എന്ന് പറയുന്നത്. 2 രചനകൾ മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇനി സംസ്കൃതത്തിലെ ദർബലോഗ് ദശകം, ദേശ് ദശകം, കൃഷക് ദശകം, ശ്രമിക് ദശകം സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഉപന്യാസ്, നോവലുകൾ അത് നോക്കാം. രതിനാഥ് കി ചാച്ചി, ബൽച്ചനമ, നയി പൗദ്, ബാബ ബട്ടേശ്വർനാഥ്, വരുൺ കെ ബേട്ടെ, ദുഃഖമോചൻ, ഉഗ്രതാര, ഇമരത്തിയ, ജമനിയ കെ ബാബ, ഹീരക് ജയന്തി, അഭിനന്ദൻ, പാരോ. അപ്പോൾ നോവലുകൾ, കുറേ നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിതാ സമാഹാരം പോലെ തന്നെ ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ, മേഘദൂത് എന്ന് പറയുന്ന രചന, അതുപോലെ ഗീത് ഗോവിന്ദ്, ഇത് രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യം, ഈ ബാലസാഹിത്യമുണ്ട്. സയാനി കോയൽ, തീൻ അഹദി, പ്രേംചന്ദ്, അയോധ്യക്ക രാജ, ധീർ വിക്രം, ഇത് ബാലസാഹിത്യ രചനകളാണ്. അടുത്തത് ലഘു പ്രബന്ധമാണ്, ചെറിയ ഉപന്യാസങ്ങൾ, എസ്സേകൾ. ഏക് വ്യക്തി ഏക് യുഗ്, നിരാലയുടെ. സമ്പൂർണ്ണ രചനായെ നാഗാർജുൻ രചനാവലി മേ സമാഹിത ഹെ, അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും നാഗാർജുൻ രചനാവലിയിൽ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രചനകളാണ്. सन 1968 में इनकी मैथिली रचना पत्रहीन नग्न गाछ पर साहित्य अकादमी पुरस्कार मिला तथा 1988 में मैथिली शरण गुप्त सम्मान एवं भारत भारती पुरस्कार से इन्हें नवाजा गया. ഇനി 1968 ഇദ്ദേഹത്തിൻ്റെ മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനയായ പത്രഹീൻ നഗ്ന ഗാച്ച് എന്ന് പറയുന്ന രചനയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി. അതുപോലെ തന്നെ 1988 മൈഥിലി ശരൺ ഗുപ്തിൻ്റെ പേരുള്ള പുരസ്കാരം, അതുപോലെ തന്നെ ഭാരത് ഭാരതി പുരസ്കാരവും അദ്ദേഹം നേടി. ഇനി നവാജായി അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ പുരസ്കാരങ്ങൾ പറഞ്ഞ് നമ്മൾ പത്രഹീൻ നഗ്ന ഗാച്ച് എന്നുള്ളതിന് നമുക്ക് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി. അതുപോലെ തന്നെ മൈഥിലി ശരൺ ഗുപ്ത സമ്മാനമുണ്ട്, ഭാരത് ഭാരതി പുരസ്കാരം, ഇത് രണ്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നാഗാർജുൻ കെ കവിത കാ ശില്പ കൗശൽ ജനപദീയ ചേതന സെ സംതൃപ്ത് ഹെ, എന്താ പറയുന്നത്, നാഗാർജുൻ്റെ കവിതയുടെ ശില്പ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനപദീയ ചേതനാസെ, ഗ്രാമീണ ജീവിതമായിട്ട്, സംതൃപ്ത് ഹെ, റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.
उनकी भाषा में आंचलिकता एवं क्षेत्रीयता की स्पष्ट झलक दिखाई पड़ती है. അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ കാവ്യഭാഷയിലെ പ്രാദേശികതയുടേതായിട്ടുള്ളൊരു തിളക്കം, സ്പഷ്ടമായ തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഗ്രാമീണ ശൈലിയിലെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട രചനകളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. उनकी व्यंग्यात्मक भाषा में लोक जीवन की स्पष्टता एवं जीवंतता देखी जा सकती है. ഇനി അദ്ദേഹത്തിൻ്റെ വ്യംഗ്യാത്മകമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള, വ്യംഗ്യാത്മകം എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് തന്നെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആക്ഷേപഹാസ്യം, അതിൽ ലോകജീവൻ കി സ്പഷ്ടത ഏവം ജീവന്തത, ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്പഷ്ടത അതുപോലെ തന്നെ അതിൻ്റെ തിളക്കവും കാണാനായിട്ട് സാധിക്കും. आंचलिक क्षणों का व्यंग्यात्मक स्वरूप कविता को भीतर तक कुरे देता है. അതായത് പ്രാദേശികമായിട്ടുള്ള, അതായത് ഗ്രാമീണ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും വ്യംഗ്യാത്മക സ്വരൂപത്തിൽ കവിതയെ നമ്മുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന രീതിയിൽ, അതായത് ഗ്രാമീണർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സാധാരണ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അത് വളരെ വ്യംഗ്യാത്മക രീതിയിൽ നമ്മുടെ മനസ്സിലെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന തരത്തിലാണ് നാഗാർജുൻ എഴുതിയിട്ടുള്ളത്. അലങ്കാർ എനിക്ക് യഹാം അനായാസ് ചലേ ജാത്തെ ഹെ. ഈ അലങ്കാരങ്ങളുടെ പ്രയോഗം ഇതിലെ അനായാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് അലങ്കാരങ്ങൾ. ജനഭാഷാ കാ അത്യന്ത് സംപ്രേഷണീയ സ്വരൂപ് ഇൻകി കവിത കാ സശക്ത് പക്ഷി ഹെ. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ രൂപത്തെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് ശക്തമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സാധാരണ ജനങ്ങളുടെ തലത്തിലേക്ക് ആ ഒരു ഭാഷയാണ്, സാധാരണ ജനഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കവിതയിൽ. നമ്മുടെ കവിതയുടെ പേര് ഹംപി സാചിതാർത്ഥെ. ഇപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്, ജനാധിപത്യം, പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടെ ജനങ്ങൾക്കാണ് പ്രാധാന്യം വേണ്ടത്. ആരാണോ ഭരിക്കുന്നത്, ഭരിക്കുന്നവരും ജനങ്ങൾ, ഭരിക്കപ്പെടുന്നതും ജനങ്ങൾ, ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം അവിടെ കൊടുക്കാതെ ഇന്നത്തെ നമ്മുടെ ഡെമോക്രസിയിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഭരണാധികാരികളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു രചനയാണ് ഇവിടെ നാഗാർജുൻ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ വർത്തമാൻ സമയക്കെ പ്രജാതന്ത്ര പർ ഗഹരി ചോട്ട് കർണേ വാലി രചനാഹി. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ജനാധിപത്യത്തിനെ വളരെ ആഴത്തിലുള്ള അടിയേൽപ്പിക്കുന്ന തരത്തിലുള്ള രചനയാണ് നമ്മുടെ ഹംപി സാചിതാർത്ഥെ. ഞങ്ങളും കൂടി പങ്കാളികളായിരുന്നു എന്നാണ് പറയുന്നത്. സാചിതാർ എന്ന് പറഞ്ഞാൽ പങ്കാളിയാവുക. അപ്പോൾ അതിൽ രാജനൈതിക് ദാവ്പേച്ച് കെ കുചക്രമേ നിരീഹ ജനത കരാരഹി. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അടവുകളുടെ ഇടയിൽ കിടന്നുകൊണ്ട് നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ തേങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അതായത് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ജനപ്രതിനിധികൾ അവനവൻ്റെ കാര്യത്തിന്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് നാഗാർജുൻ്റെ കവിതയിലൂടെ പറയുന്നത്. ഹംപി സാചിതാർത്ഥെ നോക്കാം. लगता है प्रजातंत्र का रद उतर गया है पटरी से. लगता है सारी की सारी पार्टियों के नेता रुचिपूर्वक खेल रहे हैं. दलीय स्वार्थों के शतरंज अंधे धृतराष्ट्र की मोहमाया भली बांधी प्रवेश कर गई है दलपतियों के अंतःकरण में. लगता है बुद्धिजीवियों की हमारी अपनी बिरादरी भी 100% ലിപ്ത് ഹേ. ലഗ്താ ഹേ, ഇവിടെ ഹംപി സാചിതാർത്ഥ എന്നാൽ നമ്മളും കൂടി അതിൽ, ഞങ്ങളും കൂടി പങ്കാളികളായിരുന്നു എന്ന് പറയുന്നൊരു കവിതയാണ്. ഇവിടെ പ്രജാതന്ത്രക്കാ രഥ് ഉത്തർ ഗയാ ഹേ പട്ടരി സേ. കവിക്കോ ലഗ്താ ഹേ, കവിക്ക് തോന്നുകയാണ്. എന്താ തോന്നുന്നത്? പ്രജാതന്ത്രക്കാ രഥ്, പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി, ജനാധിപത്യം. പ്രജാതന്ത്രക്കാ രഥ് ഉത്തർ ഗയാ ഹേ, എവിടെ നിന്നാണ്? പട്ടരി സേ, റെയിൽ കെ പട്ടരി, റെയിൽ കെ പട്ടരി സേ. പട്ടരി എന്ന് പറഞ്ഞാൽ പാളം, റെയിൽപ്പാളം. ഇവിടെ ഭാരത് കാ പ്രജാതന്ത്ര
ശാസൻ പ്രണാലി എന്ന് പറയുന്നത്. പ്രജാതന്ത്ര കാ രത് എന്ന് പറയുന്നത് പ്രജാതന്ത്ര ശാസൻ പ്രണാലി, അതായത് ജനാധിപത്യ ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ സമ്പ്രദായം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ നമ്മൾ ഭരിക്കേണ്ടത്. പക്ഷേ ഇവിടെ പറയാണ് ജനാധിപത്യമാകുന്ന ആ രഥം റെയിൽ പാളത്തിൽ നിന്ന് ഇറങ്ങി വരണം, അത് തെന്നി മാറി ഇറങ്ങി വരുന്നതായിട്ട് അവിടെ പറയുന്നത്. ഇവിടെ ശരിക്കും പറയണേ പ്രജാതന്ത്രയ്ക്ക് അസഫലത, അതായത് ജനാധിപത്യത്തിൻ്റെ പരാജയം, ഫെയിലിയറാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ശാസൻ കർണേവാല നമുക്ക് ആ സ്വാർത്ഥതാക്കിയ ബാരമേ കവികത്തെ, അതായത് ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ സ്വാർത്ഥതയെക്കുറിച്ചാണ് ഇവിടെ കവി ഇതിൽ പറയണത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട്, ഇവിടെ പട്ടരി എന്ന് പറയുന്നത് റെയിൽ പാളം എന്ന് പറയുന്നത് പൊതുജനാണെന്ന് പറയുന്നത്. ആം ജനതാഹേ മത് ദാദാഹേ അല്ലെങ്കിൽ ആം ജനതാഹേ, യഹാം പട്ടരി ആം ജനതാക്ക പ്രതീക് ഹേ. അതുപോലെ തന്നെ രഥ് എന്ന് പറയുന്നത് ജനപ്രതിനിധികളാണ്. രഥ് ജനപ്രതിനിധി ഹേ, ജനപ്രതിനിധികളാണ് ഇവിടെ രഥം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രജാതന്ത്രക്കോ കവി റെയിൽസെ ഉപമിതി ഹേ, അതായത് ഇവിടെ പ്രജാതന്ത്ര ജനാധിപത്യം എന്ന് പറയുന്ന റെയിലാണ്, അതിൻ്റെ പാളം എന്ന് പറയുന്നത് റെയിൽ പാളം എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ്. ഇനി ആ രഥം എന്ന് പറയുന്നത് ജനപ്രതിനിധികളാണ്. കവിയുടെ അഭിപ്രായത്തിൽ അത് ഓരോന്നിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ ഭാരത് കെ പ്രജാതന്ത്ര ശാസൻ പ്രണാലി പ്രജാതന്ത്ര കാ രഥ് യേ റെയിൽ കെ പട്ടരി സേ ഉത്തർ ഗയാ ഹേ, ആ പോകുന്ന ആ റെയിൽ പാളത്തിൽ നിന്ന് ഇറങ്ങിയാണ് പോകുന്നത്. പട്ടരി സേ ഉതരേ ഹുയേ രഥ് കെ സമാൻ ഹേ, ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് പാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന രഥത്തിന് സമാനമാണ്. പാളം തെറ്റിപ്പോകുന്ന, അതായത് ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പോകുന്ന, സ്വന്തം ജനങ്ങൾക്ക് ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് പോകുന്ന, പാർട്ടി നേതാക്കന്മാർക്ക് ആയിട്ട് പോകുന്ന ഒരു രഥമായിട്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. लगता है सारी की सारी पार्टियों के नेता रुचिपूर्वक खेल रहे हैं दलीय स्वार्थों के शतरंज, शतरंज എന്ന് പറഞ്ഞാൽ ചതുരംഗം. ദളീയ സ്വാർത്ഥമൊക്കെ, ദളീയ സ്വാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരുടെ സ്വാർത്ഥത, പാർട്ടി നേതാവൊക്കെ സ്വാർത്ഥ്. ഇവിടെ പറയാണ് സാരിക്ക് സാരി പാർട്ടിയൊക്കെ നേതാ, സഭി പാർട്ടിയൊക്കെ നേതാ കവിക്കോ ലക്താഹേ, കവിക്ക് തോന്നാണ് എല്ലാ പാർട്ടികളിലെ നേതാക്കന്മാരെ അപ്പന അപ്പന സ്വാർത്ഥതാക്കെ ശതരഞ്ച് രുചിപൂർവ്വം ഖേൽ രഹേ ഹേ, ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ചതുരംഗക്കളി നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ, അതായത് ഇവിടെ രാജനീതി എന്ന് പറയുന്നത് സഭി പാർട്ടിയോമേ അപ്പന അപ്പന നേതാ ഹേ, ये नेता अपना स्वार्थ साधने के लिए, अपने स्वार्थ लाभ के लिए काम करते हैं. ये शतरंज का खेल रुचिपूर्वक खेल रहे हैं. ഈ ചതുരംഗ കളി അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തേ ധൃതരാഷ്ട്രക്ക് മോഹമായ ബലിബാധി പ്രവേശ് കർ പായി ഹേ ദളപതിയോം കെ അന്തകരൻ മേ, ദളപതി എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാക്കന്മാർ. ഈ പാർട്ടി നേതാവോം കെ മന്മേ, പാർട്ടി നേതാക്കന്മാരുടെ മനസ്സിലെ അന്തേ ധൃതരാഷ്ട്രക്ക് മോഹമായ, അന്ധനായ ധൃതരാഷ്ട്രൻ്റെ മോഹം പോലെ. എന്താണ് പറയുന്നത്? അന്തേ ധൃതരാഷ്ട്ര ആരാണ് ഇവിടെ? കൗരവരുടെ, അതായത് മഹാഭാരതത്തിലെ ചക്രവർത്തിയാണ്. അതിലെ അന്ധനായ ചക്രവർത്തിയാണ്. പുത്രസ്നേഹം അമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുര്യോധനെ രാജാവാക്കാനായിട്ട് അവിടെ മോഹിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ചക്രവർത്തിയായിട്ടാണ് അവിടെ ധൃതരാഷ്ട്രയെ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ദളപതിയോം കെ അന്ധകരൻ മേ, ഇവിടെ പറയണേ महाभारत के सम्राट धृतराष्ट्र अंधे और पुत्र वत्सल भी थे. उनके पुत्र दुर्योधन के कुकर्म വേ അന്ധേക്ക കത്തേത്തെ, അദ്ദേഹത്തിൻ്റെ മോൻ ചെയ്ത ദുഷ്കർമ്മങ്ങളൊക്കെ അദ്ദേഹം കാണാത്ത പോലെ, അതായത് സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അതെല്ലാം കാണാത്തതുപോലെ അദ്ദേഹം നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ കവിയോട് പറയാണ്, ये पार्टी नेताओं या जनप्रतिनिधियों के मन में अंधे धृतराष्ट्र की तरह മോഹമായ പ്രവേശ് ഗയി ഹേ. അന്ധനായ ധൃതരാഷ്ട്രൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മോഹങ്ങൾ, മായാമോഹങ്ങൾ
ഉള്ളിൽ നിറഞ്ഞത്, ദുര്യോധനെ ആക്കണം എന്നുള്ള മോഹം നിറഞ്ഞത്, അതുപോലെ തന്നെ ഓരോ പാർട്ടി നേതാവിൻ്റെ ഉള്ളിൽ ഈ അന്ധനായ ധൃതരാഷ്ട്രൻ്റെ പോലെയുള്ള മോഹമായാണ് നിറഞ്ഞിരിക്കുന്നത്. लगता है बुद्धिजीवियों की हमारी अपनी बिरादरी भी 100% लिप्त है. कवि को यहाँ लगता है ഇവിടെ പറയുന്നത് വേ अपने स्वार्थ के पीछे पड़े हुए हैं. ഈ ജനപ്രതിനിധിയും അല്ലെങ്കിൽ പാർട്ടി നേതാവും अपने സ്വാർത്ഥത के पीछे पड़े हुए हैं. അവരവരുടെ സ്വാർത്ഥതയുടെ പിന്നിലാണ്, അതായത് സ്വാർത്ഥതയ്ക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. लगता है बुद्धिजीवियों की हमारी अपनी बिरादरी भी 100% लिप्त है. ലിപ്ത് എന്ന് പറഞ്ഞാൽ മുഴുക അല്ലെങ്കിൽ പങ്കാളിയാവുക എന്നുള്ള അർത്ഥം. ബിരാദരി എന്ന് പറഞ്ഞാൽ ആ വർഗം, സമൂഹം. ഇവിടെ കവിക്കോ ഐസ ലഗ്ത, കവിക്ക് ഇങ്ങനെ തോന്നാണ്, ഏ ജനപ്രതിനിധിയോ കെ സാത്ത്, ജനപ്രതിനിധികളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ കൂടെ തന്നെ बुद्धिजीवियों की हमारी अपनी बिरादरी भी 100% लिप्त है. ബുദ്ധിജീവിയും കാ വർഗ് ബി, ബുദ്ധിജീവികളിലെ ആ ഒരു വിഭാഗം ആളുകൾ പോലും 100% लिप्त है, संपूर्ण लिप्त है, पूर्ण रूप से लिप्त है, ये पूर्ण रूप से साझीदार है. ഈ ബുദ്ധിജീവികളുടെ വിഭാഗം, അങ്ങനെയുള്ള ആളുകൾ പോലും 100% പൂർണ്ണമായിട്ട് അവരും ഈ ജനപ്രതിനിധികളുടെ കൂടെ ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സുവിധായേം പട്ടോർത്തെ ജാനേക്ക് ദ്യുത് ക്രീഡാമേം ജീഹാം അങ്കൂട്ട ദിക്കലാ രഹേ ഹേം. എന്തിനാണ്? അപ്പനെ അപ്പനെ സുവിധായേം ബട്ടോർനെ കേലിയേ, അവനവൻ്റെ സൗകര്യങ്ങൾ കൂടുതലാക്കുന്നതിന് വേണ്ടി, അതിനെ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദ്യുത് ക്രീഡാമേ, ദ്യുത് ക്രീഡ എന്ന് പറഞ്ഞാൽ ചൂതുകളിയിൽ, ദ്യുത് ക്രീഡ എന്ന് പറഞ്ഞാൽ ചൂതുകളി. ഇപ്പം ബുദ്ധിജീവി വർഗം, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ബുദ്ധിജീവി വർഗവും, അതായത് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളും 100% ഇവരുടെ കൂടെ തന്നെയാണെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? സുവിധായം ബട്ടോർനേക്ക് ക്രീഡാമേ വേ ബി ലിപ്ത് ഹേ, വേ ബി സാജിദാർ ഹേ. അതായത് എന്താ പറയുന്നത്, സൗകര്യങ്ങൾ കൂടുതലായിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ജനപ്രതിനിധികളുടെ കൂടെ നമ്മുടെ ബുദ്ധിജീവി വർഗം ഉണ്ടെന്ന് പറയുന്നത്. പ്രജാതന്ത്രമേ ജനപ്രതിനിധി പ്രജാ കേലിയെ ശാസൻ കർണേ വാലാ ഹേ. അതായത് ഒരു ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ശാസൻ വ്യവസ്ഥാമേയ ശാസൻ പ്രണാലിമേ മാർഗദർശൻ തേനെ വാലാഹേ ബുദ്ധിജീവി വർഗം. ഇവിടെ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്ന കൂട്ടർ ഇവിടെ നമ്മുടെ ഭരണവ്യവസ്ഥയിൽ, ഭരണസമ്പ്രദായത്തിൽ അവർക്ക് മാർഗദർശനം കൊടുക്കേണ്ടവരാണ് ബുദ്ധിജീവി വിഭാഗം എന്നാണ് പറയുന്നത്. പക്ഷെ അവരും ചെയ്യുന്നത് എന്താണ്? അപ്പം ആ സാമാജിക ദായിത്വ ചോടുക്കാർ, അവരുടെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഏ ലോക ശുഭ്രത്തെ ഹേ, അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. സമാജ് കോ ടേക്ക് മാർഗദർശൻ ദേനേവാലാഹേ ബുദ്ധിജീവി വർഗം. അതായത് നമ്മുടെ സമൂഹത്തിന് ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കേണ്ടവരാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. പക്ഷേ അവരും ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. അവർ സ്വാർത്ഥ ജനപ്രതിനിധിയോं के साथ अपने आदर्श को छोड़कर अपनी सुविधाओं के लिए धृतराष्ट्र की तरह युद्ध क्रीड़ा में लिप्त है, साझीदार है. ഇവിടെ പറയണേ ഇവരും, അതായത് ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട്, ജനപ്രതിനിധികളുടെ ഒപ്പം തന്നെ കൂടി ചേർന്നുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചൂതുകളിയിൽ ഏർപ്പെടുന്നു. जी हाँ अंगूठा दिखला रहा है, हमारे पुत्र पौत्र स्वजन परिजन सुरक्षित है, हमारी आशीष उनीम के निमित्त. ഇവിടെ പറയണേ ഹമാരെ പുത്ര പൗത്ര, അതായത് ആ ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ പുത്രന്മാർ, പേരക്കുട്ടികൾ, ബന്ധുക്കൾ, സ്വജൻ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാർ, ये सब लोग सुरक्षित रखने के लिए वे काम करते हैं. അവരെ സുരക്ഷിതരായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ജനങ്ങളുടെ താല്പര്യം നോക്കാനായിട്ട്, ആ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവരോടെ പ്രവർത്തിക്കുന്നത്. അവരെ സുരക്ഷിതമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ പൊതുജനങ്ങളുടെ സുരക്ഷിതത്വമല്ല അവിടെ നോക്കുന്നത്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതവരവിടെ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്.
हमारी आशीष उन्हीं के निमित्त जी हाँ आपने तो സ്ഥിതപ്രജ്ഞ ठहरे कोई अंगूठा दिखलाए. अंगूठा दिखलाए തന്നെ വെറുപ്പ് കാണിക്കുക, അവറ്റിനെ കാണിക്കുക, വെറുപ്പ് കാണിക്കുക. ഇവിടെ പറയുന്നത് ഇപ്പം പേരക്കുട്ടികളായാലും മക്കളായാലും ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ആര് തന്നെയായാലും അവരെ സുരക്ഷിതമായി വെക്കാൻ വേണ്ടിയിട്ട്, നിർത്താൻ വേണ്ടിയിട്ട് അനീതിക്ക് പക്ഷമേ രഹേഹേ, അനീതിയുടെ, നീതി ന്യായം എന്ന് പറയുന്നത് ഇല്ലാതെ അനീതിയുടെ അന്യായത്തിൻ്റെ പക്ഷത്തേക്കാണ് ഇവർ നിൽക്കുന്നത്, ജനപ്രതിനിധികൾ നിൽക്കുന്നത്. ആം ജനത അവർ സാമാജിക് നീതിക്കോ ഭൂൽക്കർ, അതായത് പൊതുജനങ്ങളുടെ സാമൂഹികമായ നീതി ന്യായം എന്നിവ മറന്നുകൊണ്ട് ഇവരെ സ്വജൻ പക്ഷപാതി ബൻ രഹേഹേ, സ്വജന പക്ഷപാതിയായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. ये अंधे ധൃതരാഷ്ട്ര की तरह ശാസൻ മേ ലഗേ ജാത്തെ ഹേ, അന്ധനായ ധൃതരാഷ്ട്രയെ പോലെ ഭരണത്തിൽ അവർ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്, ജനപ്രതിനിധികൾ അവർ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അപ്പോഴും അവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ നമ്മുടെ കവി പറയുന്നത്. आपने तो സ്ഥിതപ്രജ്ഞ ठहरे कोई अंगूठा दिखलाए, कोई अंगूठा दिखलाए तो ഇനിയിപ്പോൾ ആരെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ, വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ, आपने तो സ്ഥിതപ്രജ്ഞ ठहरे ഹേ, അവരെ ഇരുത്തം വന്നവരെ പോലെ അവിടെ തന്നെ ഇരിക്കുന്നു. ഉസി ഉൻ ലോകം കോ കോയി ലജ്ജ നഹിയാത്താ ഹേ, അവർക്കതിന് നാണക്കേടൊന്നും തോന്നുന്നില്ല. അപ്പോൾ വിരലുയർത്തിയാലും അതല്ലെങ്കിൽ വെറുപ്പ് കാണിച്ചാലും അതെല്ലാം അവരോടല്ല എന്നുള്ള രീതിയിൽ ഒരു നാണവുമില്ലാതെ വീണ്ടും കസേരയിലിരിക്കുന്നവരാണ് ജനപ്രതിനിധികൾ. അപ്പം ഭരിക്കുന്ന ആ ഒരു ഗവൺമെൻറ് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അഥവാ അർപ്പിത് കരെ ഫൂൽമാല അച്ചാഹി തോ ലക്താഹേ, എന്താ പറയുന്നത്, അർപ്പിത് കരെ ഫൂൽമാല, അതായത് ഇവിടെ വോട്ട് ചെയ്യുന്നവർ ജനങ്ങളാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെയാണ്, അതായത് ജനപ്രതിനിധികളുടെ നിസ്സഹായാവസ്ഥയിൽ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നവർ നമ്മുടെ ജനങ്ങളാണ്. അതായത് ആംജനത, അതായത് പൊതുജനങ്ങൾ, സാർവജനിക് ലോക്. അപ്പോൾ അവരാണ് ജയിപ്പിക്കുന്നത്. ഏ ലോക് അർപ്പിത് കരെ ഫൂൽമാല, എന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, ഇവിടെ ആം ജനതാക്ക് ദ്വാര അർപ്പിത് ഫൂൽമാല ഉനെ ബഹുത്ത് അച്ഛാ ഹി ലഗ്താ ഹേ. അപ്പോൾ അവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്, അതായത് ഓരോ പാർട്ടിയുടെയും പൂക്കളാകുന്ന മാല കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ അവർ സമർപ്പിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇരുത്തം വന്ന ജനപ്രതിനിധികളെപ്പോലെ അവർ ഇരുന്നു കൊണ്ട് അതെല്ലാം സ്വീകരിക്കുന്നു. അവർക്കത് തോന്നണം, നല്ലതാണ് തോന്നുന്നത്, നാണക്കേടൊന്നും അവർക്ക് തോന്നുന്നില്ല. ലഗ്താ ഹേ ഹം ബി സാജിദാത്തേ, കവിക്കോ യഹാ ലഗ്താ ഹേ, കവിക്ക് ഇവിടെ തോന്നാണ് हम भी उसमें साझीदार थे, उस शासन में हम भी साझीदार थे, ആ ഭരണത്തിൽ നമ്മളും പങ്കാളികളാണ്. കാരണം നമ്മളാണ് അവരെ ജയിപ്പിച്ച് വിട്ടത്, വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളും അതിൽ പങ്കാളികളാണ്. ये शासकों की निस्सहायता में രാജ്ഘട്ട് വാലി ഉസ് ബേഹയായി മേ, ബേഹയായി എന്ന് പറഞ്ഞാൽ നിസ്സഹായത. ये शासकों की ബേഹയായി മേ നിസ്സഹായത മേ ഹം ബി സാജിദാർ ഥേ, ആ ഭരിക്കുന്ന ആളുകളുടെ നിസ്സഹായത, ഒരു പാർട്ടി പറയുന്നതിനനുസരിച്ച് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിലും നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമ്മൾ തന്നെയാണ് അതിലെ പങ്കാളികളായിരുന്നത്. അബി തോ ഉത്തർ ഗയ പ്രജാതന്ത്രകാരത് പട്ടരി സേ, യഹാ കവി കോ ലഗ്താ ഹേ യഹാ പ്രജാതന്ത്ര കാ യഹ് രദ്, പ്രജാതന്ത്ര ശാസൻ പ്രണാലി കാ യഹ് രദ് ये रेल के पटरी से उतर गया है, ഈ റെയിൽ പാളത്തിൽ നിന്ന് വഴി തെറ്റി അല്ലെങ്കിൽ തെന്നി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകേണ്ട വഴിയിലൂടെയല്ല, ശരിയായ വഴിയിൽ കൂടിയല്ല പോകുന്നത്. അവിടെ ദുർഭരണമാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളവരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദർശം എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കവി പറയുന്ന കാര്യം ഇതാണ്, അതായത് പ്രജാതന്ത്രയ്ക്ക് അസഫലത, അതായത് ജനാധിപത്യത്തിൻ്റെ ഫെയിലിയറാണ് ഇവിടെ പറയുന്നത്, പരാജയമോ. അതുപോലെ തന്നെ ശാസൻ കർണവാലൊക്കെ സ്വാർത്ഥലാഭ്, അതായത് ഭരിക്കുന്നവരുടെ സ്വാർത്ഥലാഭത്തെക്കുറിച്ചാണ് കവി ഇതിൽ പറയുന്നത്.
तो यहाँ प्रजातंत्र का रथ इस पटरी से रेल के पटरी से उतर गया है. റെയിൽ പാളത്തിൽ നിന്ന് ജനാധിപത്യമാകുന്ന ഈ രഥം, ഈ ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് പാളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദരേ ഹുയെ രഥ് കെ സമാൻ ഹേ, ആ പാളം തെറ്റി ഓടുന്ന രഥത്തിന് സമാനമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് പ്രജാതന്ത്രയ്ക്ക് അസഫലത, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയവും അതുപോലെ തന്നെ ശാസൻ കർണേവാലും കാ സ്വാർത്ഥലാഭ്, ഭരിക്കുന്ന ആളുകളുടെ ഭരണാധികാരികളുടെ സ്വാർത്ഥലാഭമാണ് കവിയുടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ദളപതി ദളപതി എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി, ശാസക് കുശാസന്മേ പടേഹേ, അതായത് ദുർഭരണത്തിലാണ് അവർ മുങ്ങിയിരിക്കുന്നത്. ഇവയെ മതദാത ആം ജനതാക്കോ തിരസ്കാർ കർത്തേ ഹേ, പൊതുജനങ്ങളെ, മതദാത അല്ലെങ്കിൽ ആം ജനത എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ, പബ്ലിക്കിനെ അവിടെ തിരസ്കാർ കർത്തേ ഹേ, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലിയെ യഹാ പ്രജാതന്ത്ര കാ ആദർശ് അവർ ദായിത്വ നഷ്ട ഹോ ഗയ. അങ്ങനെ നമ്മുടെ ഡെമോക്രസിയിലെ ജനാധിപത്യത്തിലെ ആദർശം എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടെ നഷ്ടമായി എന്ന് പറയുന്നത്. കവി ഇവിടെ കളിയാക്കിക്കൊണ്ട്, അതായത് വ്യംഗ്യാത്മകമായ ഭാഷ ഉപയോഗിച്ച് ഇവിടെ കവി കളിയാക്കിക്കൊണ്ടാണ് കവിതയിൽ ഇന്നത്തെ ഭരണാധികാരികളെ കളിയാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. നമ്മളൊന്ന് കൺക്ലൂഷനായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഹംബി സാജി ധാർ ധേ എന്ന് പറയുന്ന കവിതയാണ്. അതിൽ നാഗാർജുൻ കി കവിത വർത്തമാൻ സമയക്കെ പ്രജാതന്ത്ര പർ ഗഹരി ചോട്ട് കർത്തി ഹെ. നാഗാർജുൻ്റെ കവിത നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനാധിപത്യത്തെ വളരെ ആഴത്തിലുള്ള അടി കൊടുക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന ഒരു രചനയാണ്. രാജനീതി ദാവ് പേഞ്ച് കെ കുചക്രമേ നിരീഹ ജനത കരാഹരിഹി ഹെ. രാഷ്ട്രീയപരമായിട്ടുള്ള അടവുകളുടെ ഇടയിൽ, ദുർഭരണത്തിൽ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ തേങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കവിയുടെ പറയുന്നത്. कवि नागार्जुन को लगता है भारत की प्रजातंत्र शासन प्रणाली रेल के पटरी से उतरे हुए रथ के समान है. കവിക്ക് തോന്നാണ്, നാഗാർജുന് തോന്നാണ്, ഭാരതത്തിൻ്റെ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഭരണവ്യവസ്ഥ, ഭരണ സമ്പ്രദായം റെയിൽ പാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു രഥത്തിന് സമാനമായിട്ട്, അതായത് പാളം തെറ്റിപ്പോകുന്ന ഒരു രഥമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അതായത് ശരിയായ രീതിയിലല്ല ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. യഹാം പട്ടരി ആം ജനതാഹെ, ഇവിടെ പാളം, റെയിൽ പാളം എന്ന് പറയുന്നത് പൊതുജനമാണ്. അവിടെ നിന്ന് മാറിയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. യഹാം പ്രജാതന്ത്രക്കോ കവി റെയിൽ സെ ഉപമിത് ഹേ. പ്രജാതന്ത്രം എന്ന് പറയുന്നത്, ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് റെയിലാണ്. ആ റെയിലിൽ നിന്നാണ് പാളം തെറ്റി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് രഥ് തോ പ്രതിനിധി ഹേ. ഈ രഥം എന്ന് പറയുന്നത് ജനപ്രതിനിധികളാണ്, ഭരിക്കുന്നവരാണ്, ഭരണാധികാരികളാണ്. പ്രജാതന്ത്രയ്ക്ക് അസഫലത और शासन करने वालों का स्वार्थ इसमें चित्रित है. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഫെയിലിയർ, പരാജയവും അതുപോലെ തന്നെ ഭരിക്കുന്ന ആളുകളുടെ സ്വാർത്ഥതയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. इस राजनीति में सभी पार्टियों के नेता अपना स्वार्थ साधने के लिए, अपने स्वार्थ लाभ के लिए दलीय स्वार्थों के शतरंज रुचिपूर्वक खेल रहे हैं. ഈ പൊളിറ്റിക്സിൽ, രാജനീതി എന്ന പൊളിറ്റിക്സിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പാർട്ടികളുടെ എന്താ പറയുക, അപ്പനപ്പന സ്വാർത്ഥമൊക്കെ, അതായത് അവനവൻ്റെ സ്വാർത്ഥതയുടേതായിട്ടുള്ള ചതുരംഗക്കളി അവരവരുടെ താല്പര്യപ്രകാരം അവരെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭാരത് കെ സമ്രാട്ട് ധൃതരാഷ്ട്ര അന്ത്യ और പുത്രവത്സൽ ബീതെ. നമ്മൾ ധൃതരാഷ്ട്ര കി തര എന്ന് പറയുന്നുണ്ട്. ഇവിടെ മഹാഭാരതത്തിലെ ചക്രവർത്തിയായ നമ്മുടെ ധൃതരാഷ്ട്ര കണ്ണ് കാണാത്ത ആളാണ്, അതുപോലെ തന്നെ പുത്രവത്സലിനും കൂടിയാണെന്ന് പറയുന്നത്. മക്കളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. എന്ത് ചീത്ത പ്രവൃത്തി ചെയ്താലും അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നൊരു രൂപത്തിലായിരുന്നു. ഉനക്കെ പുത്ര ദുര്യോധനക്കെ കുകർമ്മ വേ അന്ധേക്ക കർത്തയത്തെ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ദുര്യോധനൻ, മൂത്തപുത്രനെ ദുര്യോധനൻ ചെയ്യുന്ന എല്ലാ ചീത്ത പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം കൂട്ടുനിരുന്നത് കാണാത്ത പോലെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. कवि कहते हैं कि दलपतियों या जनप्रतिनिधियों के मन में अंधे धृतराष्ट्र की तरह मोहमाया प्रवेश कर गई है. ഇവിടെ പറയണ ജനപ്രതിനിധികളുടെ മനസ്സിൽ അന്ധനായ ധൃതരാഷ്ട്രനെ പോലെ
മോഹം അവിടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വി അപ്പനെ അപ്പനെ സ്വാർത്ഥക്കെ പീച്ചെ പടേ ഹുയേ ഹേ, അവരവരുടെ സ്വാർത്ഥതയ്ക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. സഭി പാർട്ടിയോं के नेता की तरह बुद्धिजीवी वर्ग भी इसमें पूर्णतः या 100% ലിപ്ത് ഹേ. എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിജീവി വർഗം, സ്വയം ഒരു ബുദ്ധിജീവികളെന്ന് പറയുന്ന ഒരു വിഭാഗം, അവരും പൂർണ്ണമായിട്ട്, അത് 100% ആളുകളും ഈ ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ പാർട്ടികളെ കൂടെ തന്നെയാണെന്ന് പറയുന്നത്. അവരതിൽ പങ്കാളിയാണെന്ന് പറയുന്നത്. പ്രജാതന്ത്രമേ ജനപ്രതിനിധി പ്രജാ കെ ലിയേ ശാസൻ കർണേ വാലാ ഹേ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജനാധിപത്യം ഡെമോക്രസിയിലെ ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്നവരാണ്. അത് പ്രജകൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ശാസൻ വ്യവസ്ഥാമേയ ശാസൻ പ്രണാലിമേ മാർഗദർശൻ ദേനേ വാലാ ഹേ ബുദ്ധിജീവി വർഗ്. ഇനി ഇവിടെ ഭരണവ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഭരണ സമ്പ്രദായത്തിലൊക്കെ മാർഗദർശനം കൊടുക്കേണ്ടത് ആളുകളാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നവർ. ഉനക്ക് സാമാജിക് ദ്വായിത്ത് യഹ് ഹേ കി ശാസൻ അവർ സമാജ് കോ ടീക് ദിശാബോധ ദേനാ ഹേ. അവരുടെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഭരിക്കുന്നവർക്കും അതുപോലെ നമ്മുടെ സമൂഹത്തിനും ശരിയായ രീതിയിൽ ദിശാബോധം കൊടുക്കുക, മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ലേക്കിൻ വേ ബി ചുബ് ഹേ, പക്ഷേ അവരവിടെ മിണ്ടാതിരിക്കുകയാണ്. അവർ സ്വാർത്ഥ ജനപ്രതിനിധിയോं के साथ आदर से छोड़कर अपनी सुविधाएं बटोरने की द्युत क्रीड़ा में साझीदार रहे हैं. അപ്പോൾ അവരും അവിടെ മിണ്ടാതിരുന്നുകൊണ്ട് സ്വാർത്ഥരായ ജനപ്രതിനിധികളുടെ കൂടെ ചേർന്നുകൊണ്ട് ആദർശമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവനവൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, സൗകര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ധൃതരാഷ്ട്രയെ പോലെ തന്നെ ചൂതുകളിയിൽ അവിടെ ഒരു പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. वे अपने पुत्र पौत्र स्वजन परिजन को सुरक्षित रखने के लिए अनीति के पक्ष में रहे हैं. അവരെ സ്വന്തം പുത്രന്മാരെ, കുടുംബം, ബന്ധുക്കൾ, അവരെയൊക്കെ സുരക്ഷിതമാക്കി വെക്കാനായിട്ട് അവരുടെ നല്ലതിന് വേണ്ടി മാത്രം അവരെന്ത് ചെയ്യുന്നു? അനീതിക്ക് പക്ഷമേ രഹേ ഹേ. അനീതി, നീതി ന്യായം വേണ്ടാന്ന് വെച്ച് അനീതിയുടെ പക്ഷം ചേരുന്നു. ആം ജനത और सामाजिक नीति को भूलकर स्वजन पक्षपाती के रूप में धृतराष्ट्र की तरह शासन में लग जाते हैं. അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള നീതി അതിനെല്ലാം മറന്നുകൊണ്ട് സ്വന്തം ആളുകൾക്ക് വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യുന്ന രൂപത്തിൽ ധൃതരാഷ്ട്രയെ പോലെ അവിടെ ഭരണം നടത്താനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ കവിക്ക് തോന്നുകയാണ് ഈ അങ്കൂട്ട ദിഖ്ലായത്തോ വേ സ്ഥിതപ്രജ്ഞ ബൈഠത്തെ ഹേ. അവിടെ അവർക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല, വെറുപ്പ് തോന്നുന്നുണ്ട്, കാണിക്കുന്ന കാര്യങ്ങൾ കവിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇരുത്തം വന്നവരെ പോലെ അവരിരുന്നുകൊണ്ട് യാതൊരു നാണക്കേട് അവർക്ക് തോന്നുന്നില്ല. അവിടെ എന്തു തന്നെയായാലും പ്രജാതന്ത്രത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ രഥം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ദുർഭരണമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളത് മറന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വ്യംഗ്യാത്മക രീതിയിലാണ് കവിയുടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.